CPIM ചക്കുവരിക്കൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അനുസ്മരണവും മൗനജാഥയും നടന്നു. CPM നേതാവ് R. രാജഗോപാലൻ നായർ അനുശോചന യോഗം ഉദ്ഘാടനം ചെയ്തു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ T. സോമൻ, അഡ്വക്കേറ്റ് Y. സന്തോഷ് കുമാർ, J. മോഹൻകുമാർ, നിസാമുദ്ദീൻ, ജയപ്രകാശ് കോക്കാട്, G. രവീന്ദ്രൻ, VG ഉജ്ജ്വലകുമാർ, ചന്ദ്രശേഖരൻ, ജനപ്രതിനിധികളായ തങ്കമ്മ എബ്രഹാം, കുഞ്ഞുമോൾ രാജനും അഡ്വക്കേറ്റ് ഷൈൻ പ്രഭ എന്നിവർ സംസാരിച്ചു. LC സെക്രട്ടറി അമൽ ബാബു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജീവിതമാർഗമൊന്നുമില്ല, വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് സഖാവ് VS. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനോടൊപ്പം ഒരു ചെറിയ തയ്യൽ കട, അവിടെ കുറച്ച് തുണികളും ഒക്കെ ഉണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ സഹായിയായി സഖാവ് VS നിൽക്കുകയാണ്. 12ാമത്തെ വയസ്സിൽ, 7ാം ക്ലാസ് വരെ മാത്രമാണ് വിദ്യാഭ്യാസം. അതിനുശേഷം അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരി ആഴിക്കുട്ടിയെയും അതുപോലെ തന്നെ സഹോദരനെയും എല്ലാം പോറ്റുന്നതിന് വേണ്ടി, ഇളയ ആളുകളെ പോറ്റുന്നതിന് വേണ്ടി സഖാവ് VS ആസിഫൻവാൾ കയർ കമ്പനിയിൽ ഒരു തൊഴിലാളിയായി ജോലി ചെയ്യുകയാണ്. അന്ന് VS നമ്മൾ പറയുന്നത് പോലെ 16 വയസ്സ് കഷ്ടിച്ച. പക്ഷേ ആ തൊഴിൽ മേഖലയിൽ പോകുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അവിടുത്തെ കൊടിയ ചൂഷണത്തിനും അതുപോലെ തന്നെ തൊഴിലാളികളോടുള്ള മൃഗീയമായ പെരുമാറ്റത്തിലും വലിയ അസഹിഷ്ണുത പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ആ തൊഴിലാളി സ്നേഹം പ്രകടിപ്പിക്കുന്ന ആ VSനെ കണ്ടെത്തിയത് സഖാവ് P. കൃഷ്ണപിള്ളയാണ്. 17 വയസ്സ് മാത്രം പ്രായമുള്ള VSനെ അവിടെ നിന്ന് അദ്ദേഹം P. കൃഷ്ണപിള്ള വിളിച്ച് അടുത്തിരുത്തി കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ഇതേപോലെ ഇതിനേക്കാൾ വലിയ തോതിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ കുട്ടനാട്ടിലുണ്ട്, ചേറിൽ പണിയെടുക്കുന്നവരാണ്. അവരെ നമുക്ക് ഒന്ന് സംഘടിപ്പിച്ചെടുക്കാൻ അച്യുതാനനെ കൊണ്ട് കഴിയുമോ എന്നാണ് P. കൃഷ്ണപിള്ള അദ്ദേഹത്തോട് ചോദിച്ചത്. ആ അവസരത്തിൽ സഖാവ് VS അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ P. കൃഷ്ണപിള്ളയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു 5 രൂപ അന്നത്തെ കാലത്ത് എടുത്തു കൊടുത്തിട്ടാണ് സഖാവ് VSനെ കുട്ടനാട്ടേക്ക്. ആലപ്പുഴ പുന്നപ്ര വെന്തലത്തറയിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ജനിച്ചു. ചെറുപ്രായത്തിൽ തന്നെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട സഖാവ് VS ജീവിത ദുരിതങ്ങളെ തുടർന്ന് 7ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം അവസാനിപ്പിക്കുകയും മൂത്ത സഹോദരന്റെ തുണിക്കടയിൽ സഹായിയായി ജോലി ചെയ്യുകയും ചെയ്തു. തിരുവനന്തപുരത്തു നിന്നും ആലപ്പുഴയിൽ എത്തിച്ചേരാവുന്ന ദൂരം ഏതാണ്ട് 10-76 മണിക്കൂർ. ഈ കേരളം രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും മനസ്സുകൊണ്ട് യാത്രയപ്പ് നൽകിയ കരുത്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സഖാവ് VS. സഖാവിൻ്റെ പ്രവർത്തനം ഇന്നലകളിൽ ഈ പാർട്ടിയെ മാത്രമല്ല, കേരളത്തിലെ ദുരിതമനുഭവിക്കുന്ന, പീഡനമനുഭവിക്കുന്ന എല്ലാവർക്കും സഖാവിൻ്റെ പ്രവർത്തനവും പ്രവർത്തന ശൈലിയും അതുപോലെ തന്നെ നിശ്ചയദാർഢ്യവും, ഒരു പ്രശ്നത്തിൽ ഇടപെട്ടാൽ അതിൻ്റെ അവസാനം വരെ കൂടെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായി എക്കാലവും കേരളം കണ്ടിട്ടുള്ള ഒരു പ്രിയപ്പെട്ട നേതാവായിരുന്നു സഖാവ് VS.